പതിറ്റാണ്ടുകൾ സിനിമാ ഫീൽഡിൽ നിന്നിട്ടും മാന്യമായ കുടുംബജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും സുരേഷ് ഏട്ടനുമൊക്കെ. അവരുടെ കുടുംബജീവിതം തന്നെ നമുക്ക് ഇന്നൊരു തുറന്ന പുസ്തകമാണ്. ഇവർക്ക് ശേഷം വന്ന സിനിമാ തലമുറയാകട്ടെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് രാത്രിയിൽ നടിമാരുടെ വാതിലിൽ മുട്ടിവിളിച്ച് പീഡനക്കേസിൽ പെടുന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയുമൊക്കെ ഓം പ്രകാശിനെ പോലെയുള്ള ക്രിമിനലുകളുമായി ഹോട്ടൽ മുറിയിൽ വെച്ച് പാർട്ടി നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതുപോലെയുള്ള നടിമാർ 10 വർഷം കഴിഞ്ഞ് എന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയുമായി വന്നാൽ നമ്മുടെ കാശിന് വാങ്ങിയ ടിവിയിലൂടെയും പത്രത്തിലൂടെയും സെൻസേഷണൽ ന്യൂസ് എന്ന പേരിൽ ദിവസങ്ങളോളം നമ്മൾ ഈ അശ്ലീലം കേൾക്കണ്ടേ? ലുക്കൌട്ട് നോട്ടീസ് പോലും പുറപ്പെടുവിച്ച ഈ ഒരു നടനെ മൂക്കിന് താഴെ ഉണ്ടായിട്ടും കാണാത്ത പോലീസ് ഈ സ്ഥാനത്തൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ വീട്ടിൽ കയറി മക്കളെ വരെ മർദ്ദിക്കും. കിട്ടിയാൽ കോളറിന് പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തും. ഈ വൃത്തികേട് കാണിക്കുന്ന നടീനടന്മാർ ഓർക്കുക, ഞങ്ങൾ നിങ്ങളുടെ മുഖമല്ല, നിങ്ങളുടെ ഉള്ളിലെ കലാകാരനെയും കലാകാരിയെയും കലയുമാണ് ഞങ്ങൾ സ്നേഹിക്കുന്നതെന്ന് ഓർക്കുക. ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്